അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഈ വർഷത്തെ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നത്തെ ദിവസം ദുആക്ക് ഇജാബത്തിന് വലിയ സാധ്യതയുള്ള ദിവസമാണ് എന്ന് മഹത്തുക്കൾ പരിചയപ്പെടുത്തിയതായി കാണാം. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത ഒന്നാമത്, വെള്ളിയാഴ്ച രാവിലെ വലിയ മഹത്വമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ അള്ളാഹുവിൻ്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. ഒരൊറ്റ ദിക്റ് മാത്രം നമുക്ക് ഇന്നത്തെ രാത്രി ചൊല്ലിയാൽ വലിയ പ്രതിഫലം, കോടിക്കണക്കിന് നന്മകൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക്, നമ്മളുടെ വലതുഭാഗത്തിരിക്കുന്ന മലക്കിന് എഴുതി ചേർക്കാൻ അവസരം കിട്ടുന്ന പവിത്രമായ രാത്രി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾക്ക് അവസരം നൽകുമാറാട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് ഒരൊറ്റ ദിക്റ് നമുക്ക് ചൊല്ലിയിട്ട്, ഒരു ദിക്ർ നമുക്ക് കുറച്ച് എണ്ണം ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ്, കഴിയുന്ന ആളുകൾ ഒരു തസ്ബീഹമാല കയ്യിലുണ്ടെങ്കിൽ നമുക്കൊന്ന് എണ്ണം പിടിച്ചിട്ട് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യവും റാഹത്താക്കി തരുമാറാകട്ടെ. ഈ ചൊല്ലുന്ന ദിക്ർ കൊണ്ട് നിങ്ങൾ നിയ്യത്ത് വെക്കേണ്ടത്, നമ്മൾ ഈ ചൊല്ലുന്ന ദിക്ർ കൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ മുറാദുകളും ഹാസിലായി കിട്ടണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മുറാദുകളും ഹാസിലായി കിട്ടണം. അതുപോലെ തന്നെ ഷെറുകളൊക്കെ നീങ്ങിക്കിട്ടണം, തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടണം. ഇത്തരത്തിൽ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ചൊല്ലാം. നമുക്ക് ഒരുമിച്ച് ചൊല്ലിയിട്ട് കുറഞ്ഞ ചെറിയൊരു ദുആയും കൂടി ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചൊല്ലി റബ്ബിനോട് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, പല വിഷമങ്ങളും പറഞ്ഞവർ, സങ്കടങ്ങൾ പറഞ്ഞവർ, അതുപോലെ തന്നെ പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, അല്ലാഹു എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുത്ത് സദുദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുത്ത് അല്ലാഹു എല്ലാ മുറാദുകളെയും ഹാസിലാക്കി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. തസ്ബീഹമാല കയ്യിലുള്ള ആളുകൾ ഒരു തസ്ബീഹമാല കയ്യിലെടുത്ത് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, നമുക്കൊരു എണ്ണം പിടിച്ചുകൊണ്ട്, തസ്ബീഹ് എടുക്കുക എന്നുള്ള സുന്നത്തായതുകൊണ്ടൊന്നും അല്ല, മറിച്ച് എന്ത് ചെയ്യുക, ഒരു എണ്ണത്തിന് വേണ്ടി എണ്ണം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ എണ്ണം ഒരു നിശ്ചിത എണ്ണം ഞാൻ ചൊല്ലി എന്നുള്ളൊരു കണക്കിന് വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ്. ഏതാണ് ദിക്ർ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ദിക്ർ നമുക്ക് എന്ത് ചെയ്യാം, നിരന്തരം ചൊല്ലേണ്ട ദിക്ർ കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി നമുക്ക് വലിയ ഔദാര്യം ലഭിക്കുന്ന, ഫളിൽ ലഭിക്കുന്ന രാത്രിയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ്. ഈ ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ട് നമുക്ക് റബ്ബിനോട് നമ്മുടെ കാര്യം ചോദിക്കാം ഇൻഷാ അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ حي يا قيوم برحمتك أستغيث. يا 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 حي يا قيوم برحمتك أستغيث.
يا حي يا قيوم برحمتك أستغيث 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 يا حي يا قيوم برحمتك أستغيث
يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث അല്ലാഹ് നീ കബൂലാക്കണേ, അല്ലാഹ് നീ സ്വീകരിക്കണേ, അല്ലാഹ് നമ്മൾ ചൊല്ലിയത് അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. വരുന്ന രാത്രിയിലൊക്കെ നമുക്ക് കഴിയുന്നത് പോലെ ദിക്റുകളൊക്കെ ചൊല്ലി ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആരൊക്കെ അനിൽപ്പിച്ചവർ പലരും, സങ്കടം പറഞ്ഞവർ, വിഷമം പറഞ്ഞവർ, നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റുകളായൊക്കെ വന്നിട്ട് ഉസ്താദെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകൾ, പ്രശ്നപരിഹാരങ്ങൾ തേടിയ ആളുകൾ, നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ആളുകൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ തന്നെ അയക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. പറ്റുന്നത് പോലെ കഴിയുന്ന ആളുകൾക്കൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട്. കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കഴിവുപോലെ റിപ്ലൈ തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് നല്ല ആമീൻ പറയാം ഇൻഷാ അല്ലാഹ്. ഈ ദുആ ചെയ്യുന്ന എൻ്റെ ഒരു ഫضലും കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ ഈ ദുആ ചെയ്യാൻ അർഹനായതുകൊണ്ട് ചെയ്യുകയല്ല, മറിച്ച് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഉമ്മാടെ ഒരു ആമീൻ കേട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപ്പാൻ്റെ ആമീൻ കൊണ്ട് നമ്മുടെ ഈ മജ്ലിസിൽ ഈ ജാബത്ത് കിട്ടിയാൽ എത്ര ആളുകൾക്ക് ആശ്വാസം കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ഗഫാറായ ഖാലിഖായ റാസിഖായ റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ ദിക്റിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നിൻ്റെ നാമമാണ് വിളിച്ചത് അല്ലാഹ്, നിൻ്റെ പേരാണ് വിളിച്ചത് അല്ലാഹ്, നിന്നോടാണ് ഞങ്ങൾ സഹായം തേടിയത് അല്ലാഹ്, നീ ഒന്ന് ഏറ്റെടുക്കണേ അല്ലാഹ്. ചോദിക്കാൻ ഞങ്ങൾക്ക് വേറൊരു യജമാനനില്ല അല്ലാഹ്,
ഞങ്ങൾക്ക് വേറൊരു നായകരില്ല അല്ലാ. ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റിയ ആരുമില്ല അല്ലാ. നീ ഞങ്ങൾക്ക് തുണയാകണേ അല്ലാ, തണിയാകണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ, സാമ്പത്തിക ഉയർച്ച നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് നൽകിയതിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, കുടുംബാദികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഖൈർ ചെയ്യണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. കുടുംബാദികളിൽ മൺമറഞ്ഞു പോയ പല മുഅ്മിനീങ്ങളുമുണ്ട് അല്ലാ. ഖബറകം വിശാലമാക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ജീവിത മാർഗങ്ങളൊക്കെ ഖൈറിലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയതിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. റബ്ബേ, എല്ലാ ശർറ്, ബലാ, മുസീബാത്തുകൾ, ഫിത്ന, ഫസാദുകൾ, ഇടങ്ങേറുകൾ തട്ടി മാറ്റണേ അല്ലാ. റബ്ബേ, മരിക്കുന്ന സമയം ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, വിശുദ്ധ റജബിലും ഷഅബാനിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പരിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചു തരണേ അല്ലാ. നാളെ മുത്തുനബി തങ്ങളുടെ ജിവാറിൽ പരിശുദ്ധ സ്വർഗത്തിലും നീ ചേർത്തു തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ഇറക്കണം. ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്‌ലിസിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.